Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തത്? അതെ മാം. അതെ മാം. നമ്മൾ എവിടെ വരെ പറഞ്ഞേ? ഡെഫിനിഷൻ കംപ്ലീറ്റ് ചെയ്തു. ഡെഫിനിഷൻസ് രണ്ടും കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ പബ്ലിക് റിലേഷൻസിന്റെ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് അറിയപ്പെടുന്നത് ആരാ? എഡ്വാർഡ് ബെർണിയർ. എഡ്വേർഡ് ബെർണേസ്. എഡ്വേർഡ് ബെർണേസ് ആണ് അറിയപ്പെടുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട ബുക്കിന്റെ പേര് എന്താണ്? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ അല്ലെ. അദ്ദേഹത്തെ തന്നെ സ്വയം എന്തെന്നാ വിശേഷിപ്പിച്ചത്? പ്രൊഫഷണൽ എന്ന് വിശേഷിപ്പിച്ചു അല്ലെ. പിന്നെ നമ്മൾ രണ്ട് ഡെഫിനിഷൻസ് ആണ് നോക്കിയത്. ജോൺ മില്ലറ്റിന്റെ ഡെഫിനിഷനും പറഞ്ഞിരുന്നു, മറ്റൊരു ഡെഫിനിഷനും പറഞ്ഞിരുന്നു അല്ലെ. അത്രയും ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് വരുന്നത് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ് നോക്കി. ഫസ്റ്റ് പോയിന്റ്, enlarged visibility for the hospital employees, programs and services. എന്താണ് ഒരു ഹോസ്പിറ്റൽ അല്ലെ? ആ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനം, അതിൽ അവിടെ പ്രവർത്തിക്കുന്ന ജീവനക്കാര് അവിടെ ഒത്തിരി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളും സർവീസുകളും ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിന്റെ വിസിബിലിറ്റി അല്ലെങ്കിൽ ദൃശ്യഭാരത, അല്ലെങ്കിൽ ഇവിടെ വിസിബിലിറ്റി എന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? ഹോസ്പിറ്റലിന്റെ ആ ഒരു റെപ്യൂട്ടേഷൻ ഒക്കെ എൻലാർജ് ചെയ്യുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക. എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും? ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങള്, സർവീസുകളെ കുറിച്ചുള്ള ആ ഒരു റെപ്യൂട്ടേഷൻ, ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ അവിടുത്തെ വിസിബിലിറ്റി നമുക്ക് എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ പറ്റുക? നല്ലൊരു പബ്ലിക് റിലേഷനിലൂടെയാണ് അല്ലെ. നല്ല പബ്ലിക് റിലേഷൻസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തി എന്ന് പറയുന്നത് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കില്ലേ? അതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. എല്ലാ വിസിബിലിറ്റി ഫോർ ദ ഹോസ്പിറ്റൽ എംപ്ലോയീസ്, പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. ഹോസ്പിറ്റല് അതുപോലെ അവിടെ അതിനുള്ളിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാര്, അവിടെയുള്ള ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാമുകളും സേവനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലെ, അതിന്റെ ആ ഒരു ദൃശ്യഭാരത അല്ലെങ്കിൽ വിസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻസ് ഒക്കെ വർദ്ധിക്കാനായിട്ട് നല്ലൊരു പബ്ലിക് റിലേഷൻസിലൂടെ നമുക്ക് സാധിക്കും. രണ്ടാമതായി പറയുന്നത് പൊസിഷൻ ദ ഹോസ്പിറ്റൽ ആസ് എ ഹെൽത്ത് കെയർ ലീഡർ ആൻഡ് അതോറിറ്റി വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ. ഒരു കമ്മ്യൂണിറ്റിയില് അല്ലെങ്കിൽ ഒരു റീജിയൻ, ഒരു പ്രദേശത്തെ ഒരു ഹെൽത്ത് കെയർ ലീഡർ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണ നേതാവ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അതോറിറ്റി, ആരോഗ്യ പരിചരണ അതോറിറ്റി അല്ലെങ്കിൽ അധികാരി എന്ന നിലയിൽ ഒരു ഹോസ്പിറ്റലിനെ സ്ഥാപിക്കണമെങ്കിൽ ആ ഹോസ്പിറ്റൽ എങ്ങനെയുള്ള ഹോസ്പിറ്റൽ ആയിരിക്കണം? നല്ല പബ്ലിക് റിലേഷൻസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം അല്ലെ. നമ്മളാണെങ്കിലും എന്തൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം പോകുന്നത് എവിടേക്കാണ് നമ്മൾ പോകുന്നത്? എവിടേക്കാണ് നമ്മൾ പോകുന്നത്? എന്തൊരു ആരോഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എന്തൊരു പ്രോബ്ലം വന്നാലും നമ്മൾ നേരെ പോകുന്നത് എവിടേക്കാ പോവാ? നമ്മള് ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലല്ലേ പോകുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ലീഡർ അല്ലെങ്കിൽ അതോറിറ്റിയാണ് അല്ലെ. ആ ഒരു ആരോഗ്യത്തെ പൂർണ്ണമായും ആരോഗ്യ പരിചരണം നൽകുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു അധികാരി എന്ന നിലയിൽ ഒരു ഹോസ്പിറ്റൽ, അപ്പൊ അതൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഹോസ്പിറ്റൽ ആവാം അല്ലെ. ആ ഹോസ്പിറ്റലിലേക്കാണ് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഓടി പോകുന്നത് അല്ലെ. ആ ഒരു ഭാഗത്തെ ആ ഒരു ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു അധികാരി എന്ന നിലയിൽ ഒരു ഹോസ്പിറ്റലിനെ സ്ഥാപിക്കണമെങ്കിൽ ആ ഹോസ്പിറ്റൽ എങ്ങനെയുള്ള ഹോസ്പിറ്റൽ ആയിരിക്കണം? നല്ല പബ്ലിക് റിലേഷൻ ഉള്ള ഹോസ്പിറ്റൽ ആയിരിക്കണം അല്ലെ. അല്ലാതെ നല്ല രീതിയിലുള്ള പബ്ലിക് റിലേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലീഡർ സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു അധികാരി എന്ന സ്ഥാനം ആ ഒരു ഹോസ്പിറ്റലിൽ നൽകാൻ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനെ ആ
ഒരു സ്ഥാനത്തേക്ക് നിയമിക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുണ്ടാവോ? ഇല്ല. നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിനെ പിന്നീട് നമ്മൾ ആരും എന്ത് ചെയ്യില്ല, പിന്നെ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലില്ല അല്ലെ. അതേസമയം നല്ല പബ്ലിക് റിലേഷൻ ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നമ്മൾ ആ ഒരു ഭാഗത്തെ ഒരു പ്രദേശത്തെ ആവാം, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഹോസ്പിറ്റലിന്റെ നേതാവ് അല്ലെങ്കിൽ ഒരു അധികാരി അല്ലെ, ഹെൽത്ത് കെയർ ലീഡർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അധികാരിയായിട്ട് നമ്മൾ സ്ഥാപിക്കുന്നു. അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ അവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ ആ ഹോസ്പിറ്റലിന് പൊതുജനങ്ങളോട് ഉണ്ടായിരിക്കണം. മൂന്നാമതായി പറയുന്നത് ഇൻക്രീസ് അവയർനെസ് of the hospitals, total range of programs and services. ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള എല്ലാ പരിപാടികളെ കുറിച്ചും സേവനങ്ങളെ കുറിച്ചും ആളുകളിൽ ഒരു അവബോധം വർദ്ധിപ്പിക്കുക. എങ്ങനെയാണ് നമുക്ക് ആ ഒരു അവബോധം വർദ്ധിപ്പിക്കാൻ പറ്റുന്നത്? പബ്ലിക് റിലേഷൻസിലൂടെ അല്ലെ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉണ്ട്, സർവീസുകളുണ്ട്, മൊത്തത്തിലുള്ള എല്ലാ പ്രോഗ്രാമുകളും സർവീസുകളും കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റൽ അങ്ങനെയുള്ള സർവീസുകൾ പ്രോഗ്രാമുകൾ നൽകുന്നുണ്ടെന്ന് നമ്മൾ അറിയണമെങ്കിൽ അത് എന്തിലൂടെയാണ് നമ്മൾ അറിയുന്നത്? ആ ഒരു ഹോസ്പിറ്റല് അങ്ങനെ ഒരു സർവീസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഇന്ന പ്രോഗ്രാമുകൾ ആ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്തിലൂടെയാണ് അറിയുന്നത്? കമ്മ്യൂണിക്കേഷൻസിലൂടെ അല്ലെ, ആശയവിനിമയങ്ങളിലൂടെയാണ് നമ്മൾ അറിയുന്നത് അല്ലെ. അപ്പൊ അത് എന്ന് പറയുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പബ്ലിക് റിലേഷന്റെ ഭാഗം തന്നെയാണ്. നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകളിൽ ആ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും സേവനങ്ങളെ കുറിച്ചും ആളുകളിൽ ഒരു അവബോധം ഉണ്ടാകും. അവബോധം വർദ്ധിപ്പിക്കാനായിട്ട് നല്ലൊരു പബ്ലിക് റിലേഷനിലൂടെ മാത്രമേ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് എൻഹാൻസ് ദ ഹോസ്പിറ്റൽ ഇമേജ്. ഹോസ്പിറ്റലിനെ കുറിച്ചുള്ളൊരു ആ ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ അല്ലെ. നല്ലൊരു പബ്ലിക് റിലേഷൻ ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റൽ നമ്മൾ പല ഹോസ്പിറ്റലിൽ പോവാറുണ്ട് അല്ലെ. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഹോസ്പിറ്റലിൽ. കാരണം എന്താ? അവര് നമ്മളോട് പെരുമാറുന്ന രീതി, നമുക്ക് തരുന്ന സേവനങ്ങള് അല്ലെ, അങ്ങനെയുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം നമുക്ക് നല്ല അനുയോജ്യമായിട്ട് തോന്നി, നമുക്ക് ഇഷ്ടമുള്ളതായിട്ട് തോന്നിയാൽ ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ എങ്ങനെയായിരിക്കും? നല്ലതായിരിക്കും? എന്താണ്? മോശമായിരിക്കോ? ഗുഡ് ആയിരിക്കും അല്ലെ. അപ്പൊ നല്ലൊരു പ്രതിച്ഛായ ഓരോ ഹോസ്പിറ്റലിനെ പറ്റിയും നല്ലൊരു പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിൽ എപ്പോഴും പങ്കുവഹിക്കുന്നത് പ്രധാനമായിട്ടും എന്താണ്? ഒരു നല്ല പബ്ലിക് റിലേഷൻ ആണ് അല്ലെ. അവർക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻസ്, നല്ല പൊതുജനങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിനെ മുഖം എന്താണ്, ഒരു ഇമേജ് അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. And assist in recruitment and retention of employees. എന്താണ്? അവിടെ നമ്മള് ഒരു ഹോസ്പിറ്റൽ എന്തെങ്കിലും ഒരു വേക്കൻസി വന്നു, എന്തെങ്കിലും ഒരു ജോബ് പൊസിഷൻ വേക്കന്റ് ആയി വന്നു, നമ്മൾ അവിടേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുന്നത് ആരിൽ നിന്ന് തന്നെയാണ്? നമ്മുടെ പബ്ലിക്കിൽ നിന്ന് തന്നെയാണ് അല്ലെ, പൊതുജനങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് അല്ലെ. ഇനി ആ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സഹായിക്കുക മാത്രമല്ല, മറിച്ച് എന്താ? റിറ്റൻഷൻ ഓഫ് എംപ്ലോയീസ്, ആ ജീവനക്കാരെ അവിടെ നിലനിർത്തുന്നതിനും നല്ലൊരു പബ്ലിക് റിലേഷൻസ് സഹായിക്കുന്നുണ്ട്. അതെന്താ പറയുന്നേ? ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, പബ്ലിക്കിൽ നിന്നും തന്നെയാണ് ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത് അല്ലെ. അതേസമയം ഇനി നമ്മൾ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിലും നമ്മൾ ജോലി ചെയ്യാണ്. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ പബ്ലിക്കിനോട് നല്ല രീതിയിൽ പെരുമാറിയില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരോട് ബിഹേവ് ചെയ്തില്ല എങ്കിൽ ആ വ്യക്തിയുടെ ആ ജോലി എന്തായിരിക്കും? അവിടെ നിലനിർത്തുമോ? റിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക എന്നാണ് കേട്ടാ. നിലനിർത്തുമോ ആ ഒരു വ്യക്തിയെ ആ ഒരു പൊസിഷനില്? ഇല്ല അല്ലെ. അപ്പൊ അവരുടെ ജോലിയിൽ അവർ നിലനിൽക്കണമോ എന്നുള്ളത് കൂടി തീരുമാനിക്കുന്നത് നല്ലൊരു പബ്ലിക് റിലേഷനിലൂടെയാണെന്ന്. ക്ലിയർ ആയോ ആ ഒരു സെന്റൻസ്? എപ്പോഴും നമ്മൾ ആ ഒരു ജോലിയിൽ ഒരു പൊസിഷൻ വന്നാൽ അവരെ ആ ഒരു ആ പൊസിഷനിലേക്ക് സെലക്ട് ചെയ്യുന്നത് നമ്മൾ പബ്ലിക്കിൽ നിന്നാണ്. അത് മാത്രമല്ല, അപ്പൊ ഒരു പബ്ലിക് റിലേഷൻ ഉണ്ടായില്ലേ, അത് മാത്രമല്ല അവരെ ആ ജോലിയിൽ, ആ ജീവനക്കാരെ ആ ഒരു ജോലിയിൽ നിലനിർത്തുന്നതിന് നല്ലൊരു പബ്ലിക് റിലേഷൻസ് സഹായിക്കുന്നുണ്ട്.
നെക്സ്റ്റ് നോക്കിയേ, ആക്ട് ആസ് എ ഫൗണ്ടേഷൻ വെൻ അൺറിയൽ ന്യൂസ് അബൌട്ട് ദ ഹോസ്പിറ്റൽ ഹാപ്പൻസ്. ഇനി എന്താണ് ഒരു അൺറിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ യഥാർത്ഥമല്ലാത്ത ഫേക്ക് ന്യൂസുകളൊക്കെ കേൾക്കാറില്ലേ? ഓരോ ഹോസ്പിറ്റലിനെ കുറിച്ചും ഒത്തിരി ഫേക്ക് ന്യൂസുകളൊക്കെ വരാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഫേക്ക് ന്യൂസ് കേൾക്കുമ്പോ ഇപ്പൊ നമ്മളാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോസ്പിറ്റലിനോട് കുറിച്ച് നമ്മളെപ്പോഴും പോകുന്ന നമുക്ക് നല്ലൊരു ഹോസ്പിറ്റൽ ആണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നല്ല പബ്ലിക് റിലേഷൻ ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെന്ന് തോന്നുന്ന ഒരു ആശുപത്രിയെ കുറിച്ച് ഇങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ ഇല്ലയോ? വിശ്വസിക്കുകയോ ഇല്ലയോ? എന്താണ് നിങ്ങളുടെ വിശ്വസിക്കില്ല അല്ലെ? നമ്മളെന്താ കാരണം എന്താ? അവർ ആ ഒരു പബ്ലിക് റിലേഷനിലൂടെ നമ്മളിലേക്ക് നല്ലൊരു അടിസ്ഥാനം അല്ലെ, ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ? ആ ഒരു ആശുപത്രിയുടെ ഒരു മികച്ച ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ അൺറിയൽ ആയിട്ടുള്ള ന്യൂസുകൾ അവരെ പറ്റി വന്നാലും അത് അവരെ ബാധിക്കാതെ ഇരിക്കും അല്ലെ? അതെ, അങ്ങനെ നമുക്കിപ്പോഴും നമ്മളൊരു കോൺഫിഡൻസ് ഉള്ളത് എന്തുകൊണ്ടാ? അവര് മികച്ചതാണെന്ന് നമ്മൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അല്ലെ? നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നിന്ന് നമുക്ക് അനുഭവിച്ച ആ ഒരു എക്സ്പീരിയൻസ് വഴിയാണ് നമ്മൾ അത് പറയുന്നത് അല്ലെ? എപ്പോഴും അങ്ങനെ ഒരു നല്ല പബ്ലിക് റിലേഷൻ ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺറിയൽ ആയിട്ടുള്ള ഒരു ന്യൂസ് വന്നാൽ പോലും അതിനെ തടയാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് അതിനെ സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവര് അത് വിശ്വസിക്കാതിരിക്കാനുള്ള ഒരു അടിസ്ഥാനമായിട്ട് അത് എന്താണ് പ്രവർത്തിക്കുന്നത്? ആ ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻ ആണ് പ്രവർത്തിക്കുന്നത്. നല്ലൊരു പബ്ലിക് റിലേഷൻ ഉള്ള ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് നമ്മൾ അത് വിശ്വസിക്കാത്തത് അല്ലെ? അല്ലാത്തൊരു ഹോസ്പിറ്റലിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ നമ്മൾ അത് വിശ്വസിക്കില്ലേ? അത് ശരിയായിരിക്കാം എന്ന് ചിലപ്പോ പലരും ചിന്തിച്ചേക്കാം അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലൊരു പബ്ലിക് റിലേഷൻ ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവരുടെ ആ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അവരുടെ പബ്ലിക് റിലേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് വന്നാലോ അൺറിയൽ ആയിട്ടുള്ള യഥാർത്ഥമല്ലാത്ത ഒരു ന്യൂസ് വന്നാലോ അവിടെ അവരത് ബാധിക്കാതെ ഇരിക്കുകയും ചെയ്യും. ലാസ്റ്റ് വരുന്നതാണ് ഇംപ്രൂവ് എംപ്ലോയി മൊറൈൽ. എന്താണ് മൊറൈൽ എന്ന് പറഞ്ഞാൽ? എംപ്ലോയീസിന്റെ മനോവീര്യം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ലെവൽ അല്ലെ? നമ്മൾ ആ ഒരു എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ജീവനക്കാരുടെ ആ ഒരു മനോവീര്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കും? ഇപ്പൊ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് എന്താ? ആളുകളുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെ? പൊതുജനങ്ങളുമായുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്, ബന്ധം അല്ലെങ്കിൽ സമ്പർക്കമാണ് അല്ലെ? അപ്പൊ ഒത്തിരി പേരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻസ് കൂടുമോ ഇല്ലയോ? നമുക്ക് ഒരുപാട് പേരുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നുണ്ട്, നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടില്ലേ? അപ്പൊ ഇവിടെയും അതാണ് പറയുന്നത്. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തില് നല്ലൊരു പബ്ലിക് റിലേഷൻ വേണമെങ്കിൽ ആളുകളുമായി കൂടുതൽ ഇടപഴകണം അല്ലെ? അപ്പൊ അങ്ങനെ ആളുകളുമായി കൂടുതൽ ഇടപഴകുമ്പോ അവിടുത്തെ ജീവനക്കാരുടെ ആ ഒരു മനോവീര്യം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ലെവല് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അല്ലെ? ക്ലിയർ ആയോ? അത് എന്തൊക്കെയായിരുന്നു നമുക്ക് നീഡ് ഓഫ് പബ്ലിക് റിലേഷന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് എന്താ പറഞ്ഞേ? ആ ഹോസ്പിറ്റല്, അതിനുള്ളിലുള്ള ജീവനക്കാര്, അവിടെയുള്ള പ്രോഗ്രാം, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകള്, സർവീസുകള്, ഇവയെല്ലാം ആ ഒരു ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഒരു വിസിബിലിറ്റി അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻസ് അല്ലെ, പ്രശസ്തി വർദ്ധിപ്പിക്കാനായിട്ട് നല്ലൊരു പബ്ലിക് റിലേഷനിലൂടെ സാധിക്കുന്നു. രണ്ടാമതായി പറയുന്നത് ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ളതാവാം അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശം, ഒരു റീജിയനിലുള്ള ഒരു ഹോസ്പിറ്റലിനെ ആ ഭാഗത്തെ ഹെൽത്ത് കെയർ ലീഡർ, ആരോഗ്യ പരിചരണ നേതാവായിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അതോറിറ്റി, ആരോഗ്യ പരിചരണ അധികാരിയായി സ്ഥാപിക്കണമെങ്കിൽ ആ ഹോസ്പിറ്റൽ എങ്ങനെയുള്ള ഹോസ്പിറ്റൽ ആയിരിക്കണം? നല്ല പബ്ലിക് റിലേഷൻസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം. മൂന്നാമതായി പറഞ്ഞത് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള എല്ലാ പരിപാടികളെയും സേവനങ്ങളെയും കുറിച്ച് ആളുകളിൽ ഒരു അവബോധം വർദ്ധിപ്പിക്കണമെങ്കിൽ അതെന്തിലൂടെയാണ് നമുക്ക് സാധിക്കുന്നത്? നല്ല പബ്ലിക് റിലേഷൻസിലൂടെ, ആശയവിനിമയത്തിലൂടെയുമാണ് സാധിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞെന്താ? ഇവയിലൂടെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ പബ്ലിക് റിലേഷൻസും മികച്ചതാക്കിയാൽ ഓരോരുത്തരുടെയും മനസ്സിൽ ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ പ്രതിച്ഛായ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും.
സാധിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, ഹോസ്പിറ്റലിലേക്ക് പുതിയ ജീവനക്കാരെ സെലക്ട് ചെയ്യുന്ന തിരഞ്ഞെടുക്കുന്നത് അല്ലെ, അതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. തിരഞ്ഞെടുക്കുന്നതിനും അതുപോലെ അവരെ ആ ഒരു ജോലിക്കാരെ അവരെ ആ ഒരു ജോലിയിൽ നിലനിർത്തുന്നതിനും ആര് സഹായിക്കുന്നുണ്ട്, എന്ത് സഹായിക്കുന്നുണ്ട്, പബ്ലിക് റിലേഷൻസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു അൺറിയൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസ് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് കേൾക്കുകയാണെങ്കിൽ അത് ആളുകൾ വിശ്വസിക്കാതിരിക്കാനായിട്ട് ഒരു അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത് എപ്പോഴും ആ ഹോസ്പിറ്റലിന്റെ നല്ലൊരു പബ്ലിക് റിലേഷൻ ആണ്. ലാസ്റ്റ് പറഞ്ഞത് എല്ലാവരുമായിട്ട് അവിടെ കോണ്ടാക്ട് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു എംപ്ലോയീസ് അവിടെയുള്ള ജീവനക്കാരുടെ ആ ഒരു മൊറയിൽ അല്ലെങ്കിൽ അവരുടെ മനോവീര്യം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് പബ്ലിക് റിലേഷൻസിലൂടെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ? അത് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. നമ്മുടെ സമൂഹത്തിൽ അല്ലെ, നമ്മുടെ കമ്മ്യൂണിറ്റിയില് പബ്ലിക് റിലേഷൻസ് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള മെത്തേഡുകൾ അല്ലെങ്കിൽ രീതികൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും രണ്ട് മെത്തേഡുകൾ. ആ രണ്ട് മെത്തേഡുകളുടെയും പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. രണ്ട് മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഓപ്പറേറ്റീവ് മെത്തേഡ്, സെക്കൻഡ് വൺ ആണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. രണ്ട് മെത്തേഡുകളും വ്യത്യാസമാണ്. അതിനുള്ളിൽ വരുന്നതായിട്ടുള്ള പ്രധാന പോയിന്റ്സ് കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ജനറൽ ആയിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ബൈഹാർട്ട് ചെയ്തൊന്നും പഠിക്കേണ്ട, മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെ. രണ്ടും തമ്മിൽ രണ്ട് രീതിയാണ്. രണ്ട് രീതിയിലായതുകൊണ്ട് എന്താണ് ഒരുപോലെയുള്ള കുറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് അതിൻ്റെതായ ഒരു ഐഡിയ എന്താണ്, ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത്, ആ ഒരു മെത്തേഡിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഓപ്പറേറ്റീവ് മെത്തേഡ് ആണോ, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ട് ഏത് മെത്തേഡിലാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകണം. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എന്ത് മെത്തേഡാണ്? ആ ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് ഒരു നല്ല പബ്ലിക് റിലേഷൻ വരുത്തണമെങ്കിൽ രണ്ട് മെത്തേഡുകളാണ് ഉള്ളത് അല്ലെ. അതിൽ ഒന്നാമത്തത് ഓപ്പറേറ്റീവ് മെത്തേഡാണ്. പ്രവർത്തന രീതികൾ അല്ലെ. ഇപ്പൊ നല്ലൊരു പ്രവർത്തനം അല്ലെ, നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻസ് നിലനിർത്താൻ സാധിക്കില്ലേ? ഏതൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടും നല്ല പ്രവർത്തനങ്ങളാണ് അവർ കൊടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്താ നല്ലൊരു പബ്ലിക് റിലേഷൻസ് നിലനിർത്താൻ പറ്റും അല്ലെ. അതാണ് പ്രവർത്തന രീതികൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് അല്ലെ. നല്ല ആശയവിനിമയത്തിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻസ് നിലനിർത്താൻ പറ്റില്ലേ? പറ്റുമോ? നമ്മൾ നല്ലൊരു ആശയവിനിമയത്തിലൂടെയും നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻസ് നിലനിർത്താൻ പറ്റും അല്ലെ. അങ്ങനെ രണ്ട് മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ആണ് വരുന്നതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്, പ്രവർത്തന രീതികൾ. നോക്കിയേ, these methods are basically related with every aspects of a hospital operations. എന്താണ്, ഒരു ഹോസ്പിറ്റലിലെ എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേറ്റീവ് മെത്തേഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. ആ ഹോസ്പിറ്റലുള്ള എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ രീതിയിലുമുള്ള പ്രവർത്തനങ്ങളും ഈ ഓപ്പറേറ്റീവ് മെത്തേഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇൻക്ലൂഡിംഗ് ദോസ് ദാറ്റ് ആർ പെർഫോംഡ് ബൈ workmen such as telephone operator, inquiries office personnel and admission office clerkകള്. നമ്മളെപ്പോഴും ഒരു ഹോസ്പിറ്റല്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എപ്പോഴും ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മയിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർക്കാണ്? ആരെയാണ്? നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റല്, ഈ പറഞ്ഞ ആളുകളെയാണോ നിങ്ങൾ ഓർക്കാറ്? ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്ന ആൾക്കാർ ഇവരല്ലല്ലോ. ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ എന്താ കുറെ പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം അതല്ലേ, ഡോക്ടേഴ്സ്, പേഷ്യൻസ്, നഴ്സസ് അല്ലെ. അതുപോലെ എന്താണ് മറ്റ് നമ്മുടെ റിസപ്ഷൻ ഏരിയയിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഓർമ്മ വരും. നമ്മൾ എപ്പോഴും പോകുന്ന അല്ലെങ്കിൽ എപ്പോഴും കാണുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് കൂടുതലും ഒരു ഓർമ്മയിലേക്ക് വരുന്നത് അല്ലെ. അതേസമയം അതിന്റെ താഴേക്കിടയിൽ അല്ലെങ്കിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേരില്ലേ ആ ഹോസ്പിറ്റലില്. ഇവര് മാത്രം ഈ നമ്മൾ പറഞ്ഞ ഈ ആളുകൾ മാത്രം വിചാരിച്ച അല്ലെങ്കിൽ അവരുടെ മാത്രം നല്ല പ്രവർത്തനങ്ങൾ മാത്രം മതിയോ ഒരു ഹോസ്പിറ്റലിൽ മുന്നോട്ട് പോകാനായിട്ട്? ഇല്ല അല്ലെ. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അപ്പൊ അതിൽ ഏറ്റവും താഴേക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ ടെലിഫോൺ ഓപ്പറേറ്റേഴ്സ്, ഇൻക്വയറി ഓഫീസ് പേഴ്സണലുകള്, അഡ്മിഷൻ ഓഫീസ് ക്ലർക്കുകൾ മുതലായവ. ഇങ്ങനെയുള്ള താഴേക്കിടയിൽ പ്രവർത്തിക്കുന്ന ഈ ജോലിക്കാർ അല്ലെങ്കിൽ ഈ തൊഴിലാളികള് ചെയ്യുന്ന ജോലികൾ ഉൾപ്പെടെ ബാക്കി ആ ഹോസ്പിറ്റലിലുള്ള എല്ലാവരും അല്ലെ, മൊത്തത്തിലെ എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ ആളുകളും
നന്നായി പ്രവർത്തിച്ചാൽ മാത്രമേ ആ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള എല്ലാ വശങ്ങളിലും ഉൾപ്പെടുത്തി എല്ലാവരെയും ഉൾപ്പെടുത്തി ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മികച്ചതായിരിക്കണം. അപ്പൊ എല്ലാ വശങ്ങളിലെയും എല്ലാ പ്രവർത്തനങ്ങളും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്? ഈ ഓപ്പറേറ്റീവ് മെത്തേഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഓൾ ദോസ് മെയിൻറ്റെയിനിങ് കോണ്ടാക്ട് വിത്ത് പേഷ്യൻസ്. ഇതിൽ ചില ആളുകൾ നമ്മളോട് പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നവരുണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡോക്ടേഴ്സ് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്, നഴ്സസ് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അതല്ലാതെ ആസ് വെൽ ആസ് ദോസ് വർക്കിംഗ് ബിഹൈൻഡ് ദ സ്ക്രീൻ, സ്ക്രീനിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ. നമുക്ക് നേരിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവരും ഉണ്ട്, അതിന് പിന്നിൽ സ്ക്രീനിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ. അപ്പൊ അവരെല്ലാം ഷെയർ ദ സെയിം ബർഡൻ, ഒരുപോലെയാണ് ഈ പ്രവർത്തന ഭാരം ചുമക്കുന്നത് അല്ലെ. അല്ലാതെ നമുക്ക് നേരിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് മാത്രമാണോ ആ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്വം ഉള്ളത്? അല്ല, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും അതിനെ കുറിച്ചുള്ളൊരു സെയിം ഭാരം അവരും വഹിക്കുന്നുണ്ട് അല്ലെ. ആ പിന്നിൽ പ്രവർത്തിക്കുന്നവരും നമ്മളുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവരും ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ആ ഹോസ്പിറ്റലിന് മികച്ചതാക്കാൻ പറ്റുള്ളൂ അല്ലെ. അതിലൂടെയാണ് നമ്മളൊരു നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ഒരു കാര്യം ചെയ്യും, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി, ആ ഹോസ്പിറ്റലിൽ പോയി ഒരു ഹോസ്പിറ്റലിൽ എല്ലാവരും നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുകയാണെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിനോട് നല്ലൊരു റിലേഷൻ തോന്നും അല്ലെ, നല്ലൊരു ബന്ധം തോന്നും. അതേസമയം ഒരു ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും നമ്മളോട് മോശമായി പെരുമാറുകയാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഉദ്ദേശിച്ച രീതിയിലല്ല അവർ ബിഹേവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? ഒരാള് എങ്കിലും പെരുമാറിയാൽ പോലും നമുക്ക് എന്താണ് ആ ഒരു ഹോസ്പിറ്റലിനോട് പിന്നെ ഇഷ്ടം തോന്നോ? ബാഡ് ആയിരിക്കും അല്ലെ. അപ്പൊ അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. എല്ലാവരും ആ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള എല്ലാ വശങ്ങളിലുമുള്ള എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. എല്ലാ രീതിയിലും ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനം മാത്രമായിട്ട് എടുക്കണ്ട, ഏതൊരു സ്ഥാപനത്തിലും അങ്ങനെ തന്നെയാണ്. എല്ലാവരും അവരുടേതായ ജോലി ഭാരങ്ങൾ അല്ലെങ്കിൽ അവരുടേതായി കിട്ടിയിരിക്കുന്ന ജോലികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ മികച്ചതായിട്ട് ചെയ്താൽ മാത്രമേ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതിൽ ഒരാളെങ്കിലും അവിടെ അതിന് വിപരീതമായി പ്രവർത്തിച്ചാൽ എന്ത് പറ്റും? ആ പബ്ലിക് റിലേഷൻസ് നമുക്ക് മികച്ചതാക്കി എടുക്കാൻ സാധിക്കില്ല. ക്ലിയർ ആയോ? അത് നല്ല പ്രവർത്തന ബന്ധമുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രയും ക്ലിയർ ആയോ? ഓക്കെ ആണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് the three fundamental components of community operations. കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെ 3 അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ്, ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കണം അല്ലെ. അതിന്റെ അടിസ്ഥാനം എന്താണ്? പ്രവർത്തന രീതിയിൽ പ്രധാനമായിട്ടുള്ള 3 അടിസ്ഥാന ഫണ്ടമെന്റൽ കമ്പോണൻസ് ആണ് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഫസ്റ്റ് വൺ നോക്കി, ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ. എന്താണ്? സന്തോഷവും അതുപോലെ മാന്യവുമായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിരിക്കണം. അങ്ങനെയല്ലേ നമുക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അങ്ങനെയല്ലേ അവർ പെരുമാറാറ്? നമുക്ക് സന്തോഷം ഉണ്ടാവുന്ന രീതിയിലായിരിക്കണം അവർ മാന്യമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന ഒരു ആശുപത്രിയോടല്ലേ നമുക്ക് സ്നേഹം തോന്നുക, അല്ലെങ്കിൽ ഇഷ്ടം തോന്നുക. അപ്പൊ അതെപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് അവർ പ്രവർത്തിക്കുമ്പോൾ അവരെ ഏറ്റവും മുൻഗണന നൽകേണ്ട അടിസ്ഥാന കാര്യങ്ങളാണത് അല്ലെ. അതിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും ആ ഒരു ഹോസ്പിറ്റലിൽ. രണ്ടാമതായി, ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്. വേഗമേറിയതും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു ചികിത്സ ലഭ്യമാക്കണം അല്ലെ. ഇപ്പൊ ചില ഹോസ്പിറ്റലുകളെ കുറിച്ച് നിങ്ങൾ കേൾക്കാറില്ലേ? ഇപ്പൊ ചില എന്താണ് ചികിത്സ നൽകാൻ വൈകി, ആ രോഗി മരണപ്പെട്ടു എന്നൊക്കെയുള്ള ഒരുപാട് ന്യൂസുകൾ നിങ്ങൾ കേൾക്കാറില്ലേ? മിക്ക ഹോസ്പിറ്റൽസിനെ കുറിച്ചും അത് കേൾക്കാറുണ്ട് അല്ലെ. അവിടെ എന്താണ്? ആ ഒരു ഹോസ്പിറ്റല് വളരെ വേഗമേറിയ ചികിത്സ അവർക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് അല്ലെ. എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കാത്തത് കൊണ്ടല്ലേ. അപ്പൊ അവിടെ ആ ഒരു പബ്ലിക് റിലേഷനെ കുറിച്ചുള്ള ആ ഒരു ഹോസ്പിറ്റൽ ഇമേജ് എന്തായി? ബാഡ് ആയി. അതേസമയം നമ്മളെ ഒരുപാട് എന്താണ് വെയിറ്റ് ചെയ്യിപ്പിക്കാതെ നമുക്ക് പെട്ടെന്ന് വേഗമേറിയ രീതിയിലും കാര്യക്ഷമമായുള്ള ഒരു ചികിത്സ നമുക്ക് ലഭ്യമാക്കിയാൽ നമ്മൾ പിന്നെയും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് താല്പര്യം കാണിക്കും. അതിലൂടെയും നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാം. മൂന്നാമതായി, ക്ലിയർ
എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്. വ്യക്തമായൊരു അന്തരീക്ഷം അല്ലെ, നമുക്ക് ആ ഒരു ഹോസ്പിറ്റല് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെ നമുക്ക് പോകാൻ ഇഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പൊ നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ വ്യക്തമായ ഒരു അന്തരീക്ഷം അവിടെ ആ ഹോസ്പിറ്റലിൽ സൃഷ്ടിക്കുക വരുന്ന പേഷ്യൻസിന്. അതുപോലെ തന്നെ വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്, വർക്കേഴ്സിന്റെ രൂപം വളരെ മികച്ചതാക്കുക അല്ലെ. അപ്പൊ ആ ഒരു അവരുടെ അപ്പിയറൻസ് കൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ നല്ല രീതിയിലല്ല അവിടുത്തെ ജീവനക്കാരൻ നിൽക്കുന്നത് എങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോട് ഒരു ഇഷ്ടം ഉണ്ടാവോ? അവർ അതേസമയം നല്ല വെൽ ഡ്രസ്ഡ് ആയി നമ്മളോട് പെരുമാറുമ്പോഴും അതിനനുസരിച്ച് ഒരു മാന്യമായ പെരുമാറ്റമാണ്, നല്ല വലിയൊരു അപ്പിയറൻസിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലെ ഇമേജ് എന്ന് പറയുന്നത് മികച്ചതാവും അല്ലെ. ഈ 3 ഫണ്ടമെന്റൽ കമ്പോണൻസുകളിലൂടെ നമുക്ക് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പൊ ഹോസ്പിറ്റൽ എപ്പോഴും എങ്ങനെയായിരിക്കണം? വളരെ ജോയ്ഫുൾ, സന്തോഷകരവും മാന്യമായിട്ടുള്ള ഒരു പെരുമാറ്റമായിരിക്കണം വരുന്ന ഓരോരുത്തരോട് പബ്ലിക്കിനോട് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് വേഗമേറിയതും കാര്യക്ഷമമായിട്ടുള്ള ചികിത്സകൾ അവർക്ക് ലഭ്യമാക്കും. മൂന്നാമതായിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള വ്യക്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും അതുപോലെ അവിടെയുള്ള ജീവനക്കാരുടെ ഒരു വെൽ അപ്പിയറൻസ് നല്ല മികച്ച രൂപത്തിലായിരിക്കണം അവര് അപ്പിയർ ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളും 3 ഫണ്ടമെന്റൽ കമ്പോണൻസ് ആണ്. ക്ലിയർ ആയോ? അത് അറിയാവുന്ന കാര്യങ്ങളല്ലേ നമുക്ക് അല്ലെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സം ഓപ്പറേഷൻസ് ഓഫ് ഇംപ്രൂവിംഗ് ഓപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഇൻ ദ കമ്മ്യൂണിറ്റി ലെവൽ. കമ്മ്യൂണിറ്റി ലെവലില് നമ്മുടെ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനായിട്ടുള്ള പ്രക്രിയകൾ എന്തൊക്കെയാണ്? ഒരു കമ്മ്യൂണിറ്റി ലെവലില് നമ്മുടെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം? Okay, first one, high quality patient care is the basis of good public relation. ഒരു മികച്ച അല്ലെങ്കിൽ ഉയർന്ന ഗുണനിലവാരത്തിലുള്ള ആരോഗ്യ പരിചരണം അല്ലെ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല പേഷ്യന്റ് കെയർ, നല്ല ക്വാളിറ്റിയുള്ള ഒരു പേഷ്യന്റ് കെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പബ്ലിക് റിലേഷനിലെ പോകുന്ന ഒരു അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്. പബ്ലിക് റിലേഷന്റെ ഏറ്റവും അടിസ്ഥാനം, നല്ലൊരു പബ്ലിക് റിലേഷന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ, ഉയർന്ന നിലവാരത്തിലുള്ള രോഗി പരിചരണം ആളുകൾക്ക് നൽകുക അല്ലെ. നമ്മൾ അങ്ങനെയല്ലേ ഏതൊരു ഹോസ്പിറ്റലിൽ ചെന്ന് നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പേഷ്യന്റ് കെയർ ആണ് കിട്ടുന്നതെങ്കിൽ അതാണ് ആദ്യം പബ്ലിക് റിലേഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് physical facilities with good functional layout. നല്ല ഭൗതിക സൗകര്യങ്ങളും നല്ല രീതിയിലുള്ള പ്രവർത്തന രൂപരേഖകളും വേണം മതിയായ രീതിയിൽ. എന്താ ഉദ്ദേശിക്കുന്നത്? വെയിറ്റിംഗ് റൂമുകൾ. ഇപ്പൊ നമ്മളൊരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് പോയി, അവിടെ എന്ത് വേണം? വെയിറ്റിംഗ് ഏരിയ വേണം അല്ലെ. വെയിറ്റിംഗ് റൂമുകൾ അവർക്ക് വേണം. അവിടെ വെയിറ്റിംഗ് റൂം വെറുതെ ഒരു വേക്കന്റ് ആയിട്ട് കിടന്നത് കൊണ്ട് കാര്യമുണ്ടോ? ബെഞ്ചസ് അല്ലെങ്കിൽ ചെയേഴ്സ് ഇടണം അല്ലെ. പബ്ലിക്കിന് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളല്ലേ. ആ പബ്ലിക്കിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ. ബെഞ്ചുകൾ അല്ലെങ്കിൽ ചെയറുകൾ കൊടുക്കണം. വാട്ടർ അല്ലെ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരും, ചിലർക്ക് വെള്ളം ഇടയ്ക്ക് കുടിക്കേണ്ടതായിട്ട് വരും, ആ വാട്ടർ ഫെസിലിറ്റി കൊടുക്കണം. റീഫ്രഷ്മെന്റ് ഫെസിലിറ്റി അല്ലെ, അവർക്ക് ടോയ്ലറ്റ്സിൽ പോകേണ്ടത് ആവശ്യം വരികയാണെങ്കിലോ ഒന്ന് റീഫ്രഷ് ആവേണ്ടതായിട്ടുള്ള ആവശ്യം വരികയാണെങ്കിലോ അതിനുള്ള ഭൗതിക സൗകര്യങ്ങൾ, മതിയായ ഭൗതിക സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി നൽകുക. മൂന്നാമതായി പറയുന്നത് മേക്കിംഗ് അതേഴ്സ് ഹാപ്പി. മറ്റുള്ളവരെ നമ്മൾ സന്തോഷിപ്പിക്കണമെങ്കിൽ one must be happy himself അല്ലെ. ഇപ്പൊ അവിടുത്തെ സ്റ്റാഫുകള് നമ്മളെ സന്തോഷിപ്പിക്കണമെങ്കിൽ അവരെപ്പോഴും എങ്ങനെയായിരിക്കണം? അവര് ഹാപ്പി ആയിരിക്കണ്ടേ. നമ്മൾ ഹാപ്പി ആണെങ്കിൽ അല്ലേ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും അവർ എങ്ങനെയായിരിക്കണം എന്നാ പറയുന്നത്? ഗുഡ് മൊറേൽ ഓഫ് വർക്കേഴ്സ്. ആ ജീവനക്കാര് നല്ല മൊറേലയിൽ മനോവീര്യമുള്ളതായിരിക്കണം. അവർക്ക് നല്ല മികച്ച മനോവീര്യമുള്ളവരാണെങ്കിൽ നോട്ട് ഓൺലി ഇംപ്രൂവ്സ് എഫിഷ്യൻസി, അവരുടെ ആ ഒരു കാര്യക്ഷമത മാത്രമല്ല വർദ്ധിക്കുന്നത്, ബട്ട് വർക്കേഴ്സ് വിത്ത് ഹൈ മൊറേൽ, നല്ല ഉയർന്ന മനോവീര്യമുള്ള അല്ലെങ്കിൽ കോൺഫിഡൻസ് ലെവലുള്ള ആളുകളാണ്, ജീവനക്കാരാണ് അവിടെ ഉള്ളതെങ്കിൽ പിന്നെ അവരെന്താ? വർക്ക് ഇൻ എ പോസിറ്റീവ് മാനർ വിത്ത് വൺ അനദർ ആൻഡ് ഓൾസോ വിത്ത് ദ പേഷ്യൻസ് ഇൻ ദ കമ്മ്യൂണിറ്റി. അവരെന്താണ്? മറ്റ് പരസ്പരം അല്ലെ അവരുടെ കൂടെയുള്ള മറ്റുള്ള ആളുകളുമായിട്ട് പരസ്പരം എന്താണ്? നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ അവിടെ വരുന്ന മറ്റ് പേഷ്യൻസ്, കമ്മ്യൂണിറ്റിയിലുള്ള മറ്റ് പേഷ്യൻസുകളോടും നല്ല രീതിയിൽ ഇടപെടുവാനായിട്ട് ആ ജീവനക്കാർക്ക് സാധിക്കും.
സാധിക്കും. നാലാമതായി പറയുന്നത് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി വിത്ത് എഫക്റ്റീവ് കോർഡിനേഷൻ എമംഗ് ഓൾ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് അതർ സപ്പോർട്ടീവ് സർവീസസ്. ഇനി എന്താ, ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളും അതുപോലെ മറ്റ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലോ, ആ സപ്പോർട്ടീവ് സർവീസുകളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി വിത്ത് എഫക്റ്റീവ് കോർഡിനേഷൻ, നല്ല രീതിയിൽ ഒരു പ്രവർത്തന ബന്ധം ഏകോപിപ്പിക്കണം. ഇവരെപ്പോഴും നല്ല രീതിയിൽ എന്തായിരിക്കണം, ഒരുമിച്ച് ഏകോപിച്ച് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കേണ്ട ആളുകളാണ് അല്ലെ. ഇനി എങ്ങനെയാണ് ആ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്? അറൈസ് ഫ്രം ഗുഡ് അഡ്മിനിസ്ട്രേഷൻ, നല്ല ഭരണത്തിലൂടെ നമുക്കത് സാധിക്കും. ആൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, നല്ലൊരു സംഘടനാ ഘടനയിലൂടെ സാധിക്കും. പോളിസി, പുതിയ പുതിയ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നയങ്ങളിലൂടെ സാധിക്കും. നടപടിക്രമങ്ങളിലൂടെയും അധികാരങ്ങളിലൂടെയും സാധിക്കുന്നു. ആ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അത് ആ ഒരു ക്ലിനിക് ഡിപ്പാർട്ട്മെന്റുകൾ വേറെ അല്ലെങ്കിൽ മറ്റു സർവീസുകൾ വേറെ എന്നല്ല, ആ ഒരു എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന സഹായിക്കുന്ന എല്ലാ സേവനങ്ങളും സപ്പോർട്ടീവ് സർവീസുകളും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എങ്ങനെയായിരിക്കണം, വളരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഏകോപിച്ചുകൊണ്ടായിരിക്കണം ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കേണ്ടത്. അതിന് അവിടെ നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവണം, നല്ല രീതിയിലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവണം, നല്ല രീതിയിലുള്ള പോളിസികൾ ഉണ്ടാവണം, നല്ല രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങളും നല്ലൊരു അതോറിറ്റി അല്ലെങ്കിൽ അധികാരികളും ഉണ്ടായിരിക്കണം. And responsibility should be clearly understood by each staff. അതുപോലെ ഓരോ ജീവനക്കാരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും വേണം. ഇതിലൂടെയൊക്കെയാണ് നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നല്ലൊരു പബ്ലിക് റിലേഷൻസ്, ഹോസ്പിറ്റലിന്റെ ആണ് പറയുന്നത്, നല്ലൊരു പബ്ലിക് റിലേഷൻസ് നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നു. നോക്കി, 4 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. സം ഓപ്പറേഷൻസ് ഓഫ് ഇംപ്രൂവിംഗ് ഓപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ അല്ലെ, എന്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാ? ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ നിന്നുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി തലത്തില് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങള് മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്താ? എപ്പോഴും ഒരു മികച്ച പബ്ലിക് റിലേഷൻ നിലനിർത്തണം. മികച്ചൊരു പബ്ലിക് റിലേഷൻ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ആളുകൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോരുത്തർക്കും ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണങ്ങൾ അല്ലെ, ആരോഗ്യ പരിചരണങ്ങൾ, രോഗി പരിചരണങ്ങൾ നൽകുക. ഇത് ക്ലിയർ ആയോ? രണ്ടാമതായി നമ്മൾ പറയുന്നത് എന്താ? അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് പ്രവർത്തനപരമായിട്ടുള്ളതും അതുപോലെ ഭൗതിക സൗകര്യങ്ങളും മതിയായ രീതിയിൽ കൊടുക്കുക. എന്താ നമ്മൾ പറഞ്ഞേ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ നമ്മൾ ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് അവിടെ ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനും വെയിറ്റ് ചെയ്യാനായിട്ടുള്ള വെയിറ്റിംഗ് റൂമുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ബെഞ്ചുകൾ അല്ലെങ്കിൽ ചെയറുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, വാട്ടർ ഫെസിലിറ്റി കൊടുക്കുക, ഇനി റിഫ്രഷ്മെന്റിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തി നൽകുക. മൂന്നാമതായി പറഞ്ഞത് എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഹാപ്പി ആക്കണമെങ്കിൽ നമ്മൾ സ്വയം ഹാപ്പി ആയിരിക്കണം. ഇവിടെ ആരാണ് നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോരുത്തരെയും ഹാപ്പി ആക്കേണ്ടത്? ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആരാ നമ്മളെ ഹാപ്പി ആക്കേണ്ടത്? ആരാണ്? ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളെ ഹാപ്പി ആക്കേണ്ടത് ആരാ? വർക്കേഴ്സ് അല്ലെ, അവിടുത്തെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ ജീവനക്കാരാണ് നമ്മളെ ഹാപ്പി ആക്കേണ്ടത് അല്ലെ. അപ്പൊ അവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, അവര് നല്ല കോൺഫിഡൻസ് ലെവൽ ഉള്ളവരാണെങ്കിൽ അവരുടെ ആ ഒരു പ്രവർത്തനക്ഷമത മാത്രമല്ല വർദ്ധിക്കുന്നത്, മറിച്ച് എന്താ, നല്ലൊരു കോൺഫിഡൻസ് ലെവൽ ഉള്ള ആളുകളാണ് അവിടെ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അവരുമായി കൂടെ വർക്ക് ചെയ്യുന്നവരോട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പെരുമാറാനും അതുപോലെ ചെല്ലുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് ചെല്ലുന്ന ഓരോ പേഷ്യൻസിനോടും അതുപോലെ തന്നെ നല്ല പോസിറ്റീവായ രീതിയിൽ ഇടപെടുത്താനും സാധിക്കും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താ? ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളും അവിടുത്തെ സപ്പോർട്ടീവ് സർവീസുകളും വളരെ അവരുടെ പ്രവർത്തനങ്ങള്, ആ രണ്ട് വിഭാഗത്തിന്റെയും പ്രവർത്തനങ്ങള് വളരെ മികച്ചതാക്കണമെങ്കിൽ അവർ എന്ത് ചെയ്യണം? അവർ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യണം അല്ലെ. അപ്പൊ അതിന് ആ ഹോസ്പിറ്റലിൽ മികച്ചൊരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണം ആവശ്യമാണ്, നല്ലൊരു സംഘടന അല്ലെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആവശ്യമാണ്, പോളിസികളും പ്രൊസീജിയേഴ്സും ഒരു അതോറിറ്റി അല്ലെങ്കിൽ അധികാരിയും ആവശ്യമാണ്. അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിലെ എല്ലാ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളും സപ്പോർട്ടീവ് സർവീസുകളും ഏകോപിപ്പിച്ച് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ ആളുകളിലേക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാരും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം. ക്ലിയർ ആയോ ആ ഒരു 4 പോയിന്റ്?
ക്ലിയർ ആയോ? ഓക്കെ, നിഷയ്ക്ക് മാത്രമേ ക്ലിയർ ആയിട്ടുള്ളൂ. ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ഇപ്പൊ നമ്മുടെ ആ ഒരു ഓപ്പറേറ്റിംഗ് മെത്തേഡ് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയോ? എന്താണ് ആ ഒരു ഓപ്പറേറ്റിംഗ് മെത്തേഡ്? പ്രധാനമായിട്ടും ആ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് മെത്തേഡ് അല്ലെ. എങ്ങനെ അവരുടെ പ്രവർത്തനത്തിലൂടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്താൽ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ആ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അല്ലെ. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തേതായിട്ടുള്ള മെത്തേഡാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് അല്ലെ. ആശയവിനിമയ രീതികള്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് കുറെ കമ്മ്യൂണിക്കേഷൻസ് പഠിച്ചു അല്ലെ. അതുപോലെയൊക്കെ തമ്മിൽ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറയുന്നത്. നോക്കിയേ, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ നല്ല ആശയവിനിമയത്തിലൂടെ അല്ലെങ്കിൽ വിനിമയ രീതികളിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ടു മേക്ക് അവൈലബിൾ സ്യൂട്ടബിൾ ഇൻഫർമേഷൻ ടു ദ പേഷ്യൻസ്, their relatives and visitors. എന്താണ് അവിടെ വരുന്ന പേഷ്യൻസിന് അല്ലെ, അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക്, അവിടെ വരുന്ന സന്ദർശകർ അല്ലെങ്കിൽ വിസിറ്റേഴ്സിന് അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിവരങ്ങൾ ലഭ്യമാക്കുക അല്ലെ. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പല ആവശ്യങ്ങളുണ്ടാവും അല്ലെ. പല ഇൻഫർമേഷൻസ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കാറില്ലേ? ഇപ്പൊ നമ്മുടെ കൂടെ ചിലപ്പോൾ ആ പേഷ്യൻസ് നേരിട്ട് ചോദിക്കും, ചിലപ്പോൾ അവർ നമ്മുടെ കൂടെ വരുന്ന ബന്ധുക്കളായിരിക്കും അല്ലെ, റിലേറ്റീവ്സ് ആയിരിക്കും ചോദിക്കാം. പല കാര്യങ്ങളെ കുറിച്ചും ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന ചിലപ്പോൾ സർവീസിനെ കുറിച്ചായിരിക്കും, ഒരു രജിസ്ട്രേഷനെ കുറിച്ചായിരിക്കും. പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നമ്മൾ നടത്താൻ ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. നമ്മളത് ചോദിക്കുമ്പോൾ അവരെപ്പോഴും നമുക്കൊരു അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തരികയാണെങ്കിൽ ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ഇമേജ് നമുക്ക് എന്തായിരിക്കും? നല്ലതായിരിക്കും അല്ലെ. അതേസമയം നമ്മൾ ആവശ്യപ്പെടുന്ന ആ ഇൻഫർമേഷൻസ് അവര് തരാതെ ഇരിക്കുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ഇമേജ് എന്തായിരിക്കും? ബാഡ് ആയിരിക്കില്ലേ? ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. എന്താണ്? ടു മേക്ക് അവൈലബിൾ, എപ്പോഴും അവർക്ക് എന്താ അനുയോജ്യമായ ഇൻഫർമേഷൻസ് ലഭ്യമാക്കുക. അതിപ്പോ ഒരു പേഷ്യൻസിനായിക്കോട്ടെ, അവരുടെ ബന്ധുക്കൾക്കായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ വരുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്ക് അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കുക. അതിലൂടെ നമുക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആണല്ലോ നടക്കുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ടാമതായി പറയുന്നത് a provision to listen to oral complaints instead of compelling or written one. ഇനി എന്താ ആ ഒരു ഓറൽ കംപ്ലൈൻസ്? എന്താണ് ഓറൽ കംപ്ലൈൻസ് പറയുന്നത്? ഇപ്പൊ നമ്മള് രേഖാമൂലമാണ് പരാതികൾ നൽകേണ്ടതാണ് നമ്മളെപ്പോഴും പറയാറ് അല്ലെ. ഇനി ആ രേഖാമൂലം പരാതികൾ നൽകുന്നത് നിർബന്ധമാക്കാതെ എന്തിലൂടെ? പകരം വാക്കാലുള്ള പരാതികൾക്കുള്ളൊരു വ്യവസ്ഥ ഉണ്ടാക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പറയുന്നത്? ഇപ്പൊ നമുക്ക് ചില പേഷ്യൻസ് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു, അല്ലെങ്കിൽ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാല് അവരെന്ത് ചെയ്യും? കംപ്ലൈന്റ് ചെയ്യും അല്ലെ, പരാതികൾ കൊടുക്കും. അങ്ങനെ പരാതികൾ കൊടുക്കാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇങ്ങനെ രേഖാമൂലം എഴുതി കൊടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവോ? ഇല്ല അല്ലെ. ചിലർക്ക് ചിലപ്പോ വളരെ വിദ്യാഭ്യാസം ഇല്ലാത്തവര്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റാത്തവർ, അറിയാത്തവര്, അങ്ങനെ ഉള്ള പേഷ്യൻസും ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും നിർബന്ധം പിടിക്കരുത്. എന്ത്? രേഖാമൂലമുള്ള പരാതികൾ മാത്രമേ നമ്മളിവിടെ സ്വീകരിക്കൂ എന്നുള്ളത് നിർബന്ധിക്കാതെ, അങ്ങനെയുള്ളതിന് കൂടുതൽ നിർബന്ധിക്കാതെ കുറെ കാര്യങ്ങൾ നമ്മൾ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ടും വരും അല്ലെ. നമുക്ക് ആ ഒരു പ്രൂഫും കാര്യങ്ങളും ഒക്കെ വേണ്ട, അതിന് വേണ്ടിയിട്ട് നമ്മൾ രേഖാമൂലം തന്നെ പറയണമെന്ന് പറയും. അതേസമയം ഇങ്ങനെ ഒട്ടും വയ്യാത്ത ഇപ്പൊ എഴുതാൻ കഴിവില്ല, പ്രായമായവർക്ക് അങ്ങനെ ആയിരിക്കില്ലേ, ചിലപ്പോൾ അവർക്ക് എഴുതാനായിട്ടുള്ള അറിവുണ്ടാവില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതി തരാനായിട്ടുള്ള വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യാൻ പാടില്ല? അവരോട് കമ്പല് ചെയ്ത് നിർബന്ധമാണെന്ന് പറഞ്ഞ് നമ്മൾ കമ്പല് ചെയ്യാതെ വാക്കാലുള്ള പരാതികൾ കേൾക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക. ക്ലിയർ ആയോ അത്? അപ്പൊ അവർക്ക് അവരുടേതായ കംപ്ലൈന്റുകൾ നമുക്ക് വാക്കാല് പറയാനും അതിലൂടെ നമുക്ക് ആ ഒരു പരാതികൾ പരിഹരിക്കാനും സാധിക്കുന്നു. മൂന്നാമതായി പറയുന്നത് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ് അല്ലെ. എന്താണ്? അവരുടെ ചോദ്യങ്ങൾക്ക്. ഇപ്പൊ നമ്മൾ പല രീതിയിലും ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവും വരുന്ന പേഷ്യൻസ് അല്ലെ. ഓരോ പേഷ്യൻസും അവരിൽ നിന്ന് വരുന്നവർക്ക് ചോദിക്കും. ആ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകുക.
അല്ലെ? കൃത്യമായ മറുപടികൾ നൽകിയാൽ മാത്രമേ ആ ഹോസ്പിറ്റലിന്റെ ആ ഒരു നല്ല ഒരു ഇമേജ് നമ്മളിലേക്ക് കിട്ടുള്ളൂ. അതേസമയം അവർ അതിനനുസരിച്ച് അവർ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തിരികെ തരുന്നില്ല, കൃത്യമായിട്ടുള്ള മറുപടികൾ തരുന്നില്ല എങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോട് ഒരു ബാഡ് ഇമേജ് ആയിരിക്കും. അങ്ങനെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. Then provision of suggestion box at suitable places. കണ്ടിട്ടുണ്ടോ നിങ്ങള് സജഷൻ ബോക്സുകള്? ആവശ്യമായ അനുയോജ്യമായ ഇടങ്ങളിൽ സജഷൻ ബോക്സ് കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റല് എന്തിനു വേണ്ടിയാണ് ഒരു സജഷൻ ബോക്സ് കൊടുത്തിരിക്കുന്നത്? ചിലപ്പോൾ നമുക്ക് നേരിട്ട് അവരോട് പറയാൻ പറ്റാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെ? നേരിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകാനുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലൈൻസുകളാവാം, അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാവാം, ഇവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആ അനുയോജ്യമായിട്ടുള്ള സജഷൻ ബോക്സുകളിൽ നമുക്ക് ഇടാം, അല്ലെ? ആ സജഷൻ ബോക്സുകൾ വെച്ചിരിക്കുന്നതിന് വേണ്ടിയാ. അപ്പൊ അതുവഴി ആ ഒരു സജഷൻ ബോക്സുകൾ അവരിടയ്ക്ക് എന്താണ്, ഒരാഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ അവർ ചെക്ക് ചെയ്യും, അല്ലെ? അപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ്, അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ടെങ്കിലോ ഒക്കെ എന്താ പരാതികളൊക്കെ അവർക്ക് പരിഹരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇതാണ്, അല്ലെ? ഒരു സംവിധാനമാണ് സജഷൻ ബോക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ അനുയോജ്യമായ ഇടങ്ങളിൽ വെക്കുക. അപ്പൊ പബ്ലിക്കിന് അവരുടെ ഒപ്പീനിയൻസ് എന്താണ്, അവരുടേതായ അഭിപ്രായങ്ങളൊക്കെ അവർക്ക് എഴുതിയിടാനായിട്ട് സാധിക്കും, അല്ലെ? അപ്പൊ അതുവഴി ആ ഹോസ്പിറ്റലിൽ മാറ്റങ്ങൾ വരുമ്പോ ആ പേഷ്യൻസ് അല്ലെങ്കിൽ പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് അതില് പിന്നെയും ആ ഒരു ഹോസ്പിറ്റലിൽ നിലനിർത്താൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസിലൂടെ ഫിലിം ഷോസ്, എക്സിബിഷനുകള് ആൻഡ് ഹോസ്പിറ്റൽ ബ്രോഷർ എന്നാണ് കേട്ടോ. അത് ബ്രോഷർ അതൊന്ന് സ്പെല്ലിങ് കറക്റ്റ് ചെയ്തേ. BRO brochure. കിട്ടിയോ? And are to be exhibited. എന്താ? വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെ? നമുക്ക് വിഷ്വലി നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് നടത്താലോ. അത് ചിലപ്പോ ഒരു മാഗസീനുകളാവാം, അല്ലെങ്കിൽ എന്താ വീഡിയോസ് ആവാം, അല്ലെ? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അവരുടെ സർവീസ്, അവരുടെ പ്രോഗ്രാമുകളൊക്കെ ബന്ധപ്പെട്ട മാഗസീൻസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ആവാം, ഗ്രാഫിക്സുകളിലൂടെ ഫിലിം ഷോസ് അല്ലെങ്കിൽ ചില ഡോക്യുമെന്ററികളിൽ ചെയ്യാം, അല്ലെ? അതുപോലെ എക്സിബിഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രദർശനങ്ങളിലൂടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ബ്രൗഷറുകളിലൂടെയൊക്കെ നമുക്ക് ഇവയെല്ലാം എന്ത് ചെയ്യുക? പ്രദർശിപ്പിക്കുക. ഇവയൊക്കെ പ്രദർശിപ്പിക്കേണ്ടതാണ്. അങ്ങനെ പ്രദർശിപ്പിക്കുന്നതിലൂടെ നമുക്കൊരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് കിട്ടുന്നത്, അല്ലെ? നിങ്ങളൊരു എവിടെയെങ്കിലും ചെന്നപ്പോൾ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു ബ്രോഷർ ഇരിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ ഒരു മാഗസീൻ ഇരിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പ്രോഗ്രാമുകളുമായി അല്ലെങ്കിൽ സർവീസുകളുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററിയോ ചെറിയ വീഡിയോസോ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ നമുക്ക് കൂടുതലും ആ ഒരു ഹോസ്പിറ്റൽ എന്താണെന്നും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, സർവീസുകൾ എന്താണെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ അത് സഹായിക്കില്ലേ? സഹായിക്കോ? നമുക്ക് പരിചയമില്ലാത്തൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും അത് വായിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി നമുക്ക് അതിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാക്കാൻ സഹായിക്കില്ലേ? അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടത്തുന്നത്, അല്ലെ? ആ ഹോസ്പിറ്റലിലുള്ള പ്രവർത്തനങ്ങളും സർവീസുകളും എന്താണ് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ്, ഒരു ആശയവിനിമയ രീതിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെയും നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് ആണ് ദ സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റുഡന്റ്, housewives are members of women's organization and religious leaders can conduct hospital tours. ആർക്കൊക്കെയാണ്? സ്കൂൾ ടീച്ചേഴ്സിന്, സ്റ്റുഡൻസിന്, ഹൗസ് വൈഫ്സിന്, അല്ലെങ്കിൽ ഒരു വുമൻസ് ഓർഗനൈസേഷൻ, വുമൻസുമായി ബന്ധപ്പെട്ട സംഘടനകളൊക്കെ ഇല്ലേ, അതിലെ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ റിലീജിയസ് ലീഡേഴ്സ്, മത നേതാക്കൾക്കൊക്കെ ഹോസ്പിറ്റലിലേക്ക് ടൂറുകൾ നടത്താം. ഹോസ്പിറ്റൽ ടൂർ എന്ന് പറയുമ്പോൾ നമുക്ക് അനുയോജ്യമാണോ? ടൂർ അല്ലല്ലോ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നടത്തുന്ന എന്താ? വിസിറ്റുകൾ നടത്താം, അല്ലെ? വിസിറ്റുകൾ നടത്താം. നമുക്ക് ടൂർ എന്നുള്ളൊരു വാക്ക് നമുക്ക് അത് യോജിക്കില്ല. കാരണം നമ്മൾ ടൂർ എന്തിനു വേണ്ടി? നമ്മള് കുറച്ച് എൻജോയ്മെന്റിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്, അല്ലെ? വിസിറ്റുകൾ എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ വിസിറ്റ് നടത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വിസിറ്റുകൾ നടത്തുന്നത്? ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങള്, സർവീസുകള്, ഇവയെ കുറിച്ചൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അതിനെ കുറിച്ചുള്ള ഒരു അറിവ് ആളുകൾക്ക്, ഇപ്പൊ വരുന്ന ആളുകൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് നടത്താമെന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്?
to hold an annual hospital day or open day house where public can be shown every aspects of the hospital operation that include some of highly technical functions. ഇനി എന്താ ഹോസ്പിറ്റലിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ആനുവൽ ഹോസ്പിറ്റൽ ഡേ അല്ലെങ്കിൽ ഓപ്പൺ ഡേ ഹൗസ് ഒക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ഇപ്പൊ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ നിങ്ങൾ ആരെങ്കിലും പരിചയമുള്ളവരാണെങ്കിൽ അവർ പറയാറുണ്ട് അല്ലെ, എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ആനുവൽ ഹോസ്പിറ്റൽ ഡേ ഒക്കെ നടക്കുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും? എന്തിനു വേണ്ടിയാണ്? ആ ഒരു ഹോസ്പിറ്റലിന്റെ ഇമ്പോർട്ടൻസ് എത്രയുണ്ടെന്ന് ആളുകളിലേക്ക് അറിയിക്കാൻ അല്ലെ, ആ ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ആളുകളിലേക്ക് അറിയിക്കാൻ. അതായത് ഹൈലി ടെക്നിക്കൽ ഫങ്ഷൻ, വളരെ സാങ്കേതികപരമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ആ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട് അല്ലെ. ഹോസ്പിറ്റലിന്റെ എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ആളുകളിലേക്ക് അറിയിക്കാൻ അല്ലെങ്കിൽ ആളുകളെ കാണിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഈ ഒരു ആനുവൽ ഹോസ്പിറ്റൽ ഡേ അല്ലെങ്കിൽ ഓപ്പൺ ഡേ ഹൗസുകളൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ ആളുകൾക്ക് ആ ഹോസ്പിറ്റലിലേക്ക് വരാനും അല്ലെ അവിടുത്തെ പ്രവർത്തനങ്ങളെ, അവിടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, അത് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതിനെ ബാധിക്കാത്ത രീതിയിൽ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്ക് ആ ഹോസ്പിറ്റലിൽ വരാനും അവർക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് കൂടുതൽ അറിയാനും. നമ്മൾ സ്കൂൾ ഓപ്പൺ ഡേ ഒക്കെ നടത്താറില്ലേ? ചെയ്യാറുണ്ടോ? മക്കളൊക്കെ ഉള്ള അമ്മമാർക്ക് അറിയാൻ പറ്റുമല്ലോ. സ്കൂളിൽ ഓപ്പൺ ഡേ ഹൗസ് ഒക്കെ നടത്താറില്ലേ? എന്തിനു വേണ്ടിയാ സ്കൂളിൽ അങ്ങനെ നടത്തുന്നേ? എന്തിനു വേണ്ടിയാ? വെറുതെ ഒരു പ്രോഗ്രാം വെക്കുന്നതാണോ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആ പാരന്റ്സിന് ആ സ്കൂളിൽ വരാനും അല്ലെ, സ്കൂളിൽ വരാം, അതിനനുസരിച്ച് അവരുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സിനെ പരിചയപ്പെടാം, അവർ വഴി ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും സ്കൂളിൽ നടക്കുന്ന ആ ടീച്ചേഴ്സിനെ നമുക്ക് കാണാനും അവിടെ നിന്ന് നമ്മൾ ആ ഒരു കുട്ടികളുടെ ആ സ്റ്റുഡൻസ് നിലവാരം അറിയാൻ പറ്റും. അതുപോലെ സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും അവർക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ ഈ ഒരു ഓപ്പൺ ഡേ ഹൗസ് പോലെയുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നത് അല്ലെ. അതേപോലെ തന്നെ ഹോസ്പിറ്റലും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നത് അതിനു വേണ്ടി തന്നെയാണ്. ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ, അവിടെയുള്ള ഡോക്ടേഴ്സിന് മനസ്സിലാക്കാൻ, അവർ ചെയ്യുന്ന ഓരോ സർവീസുകളെയും പ്രവർത്തനങ്ങളെയും നേരിൽ കണ്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുന്നതാണ് ഈ ആനുവൽ ഡേ ഹോസ്പിറ്റൽ ഡേ അല്ലെങ്കിൽ ഓപ്പൺ ഡേ ഹൗസ് എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആയോ? അത് ആ ഹോസ്പിറ്റലിലുള്ള വളരെ സാങ്കേതികപരമായ പല പ്രവർത്തനങ്ങളും എല്ലാ രീതിയിലും, അത് മാത്രമല്ല മികച്ചതായിട്ടുള്ള പല പ്രവർത്തനങ്ങളും നടത്തുന്നത് ആളുകളിലേക്ക് എത്തിക്കാനും അവർക്ക് ആ ഹോസ്പിറ്റലിനെ കൂടുതൽ അറിയാനും വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് നമ്മൾ നടക്കുന്നത്. Then നോക്കിയ ലാസ്റ്റ് പോയിന്റ്, യൂസിങ് മാസ് മീഡിയ വുഡ് ബി ഹെൽപ്ഫുൾ ടു ഇംപ്രൂവ് പബ്ലിക് റിലേഷൻസ്. പബ്ലിക് റിലേഷൻസിനെ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് എന്തുപയോഗിക്കുക എന്ന് പറയുന്നത്, മാസ് മീഡിയാസ് ഉപയോഗിക്കുക അല്ലെ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് പഠിച്ചപ്പോ പറഞ്ഞായിരുന്നോ ഏതൊക്കെയാണ് മാസ് മീഡിയാസിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്, എങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻസ് മാസ് മീഡിയാസ് ഉപയോഗിക്കുന്നതിലൂടെ വർദ്ധിപ്പിക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് മാസ് മീഡിയാസിൽ വരിക? എന്തൊക്കെയാ വരിക മാസ് മീഡിയ? ക്യാമ്പുകള്, പിന്നെന്താ പറ, മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന മീഡിയ, പരസ്യം ചെയ്യൽ, അഡ്വർടൈസ്മെന്റ്സ് ചെയ്യാം, TV ന്യൂസുകള്, റേഡിയോ ന്യൂസുകള് അല്ലെ. അപ്പൊ ഇതെന്താ സോഷ്യൽ മീഡിയാസിലൂടെ, ഇപ്പൊ നമ്മൾ കൂടുതലും സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെയാണ് നമ്മൾ കാണുന്നത് അല്ലെ, വെബ്സൈറ്റുകളിലൂടെ ചെയ്യാം. അങ്ങനെ പല മാധ്യമങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പബ്ലിക് റിലേഷൻസ് ഇംപ്രൂവ് ചെയ്യാം. അപ്പൊ ആ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും നമുക്ക് എന്താ പബ്ലിക് റിലേഷൻസ് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡില് ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ, അവിടെ വരുന്ന പേഷ്യൻസിനും അവരുടെ ബന്ധുക്കൾക്കും അവിടെ വരുന്ന സന്ദർശകർക്കും കൃത്യമായിട്ടുള്ള എന്ത് കൊടുക്കണം, ഇൻഫർമേഷൻസ്, അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭ്യമാക്കുക. രണ്ടാമതായി പറഞ്ഞത് ഓറൽ കംപ്ലയിൻസിലൂടെ അല്ലെ, നമ്മൾ കൊടുക്കുന്ന റിട്ടൺ കംപ്ലയിന്റ് രേഖാമൂലമുള്ള പരാതികളിൽ നിർബന്ധിക്കാതെ ഓറൽ ആയിട്ടുള്ള വാക്കാലുള്ള പരാതികൾക്ക് ഒരു വ്യവസ്ഥ നൽകുക, അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു വ്യവസ്ഥ കാണിക്കുക. മൂന്നാമതായി പറഞ്ഞത് അവർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകുക. നാലാമതായി പറഞ്ഞത് അനുയോജ്യമായ ഇടങ്ങളിൽ സജഷൻ ബോക്സുകൾ സ്ഥാപിക്കുക.
നെക്സ്റ്റ് പറയുന്ന വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസിലൂടെ ഫിലിം ഷോസ് ആവാം, എക്സിബിഷൻസ് ആവാം, ഹോസ്പിറ്റൽ ബ്രൗഷറുകൾ പോലെയുള്ളവയൊക്കെ പ്രദർശിപ്പിക്കുന്നതിലൂടെയും നമുക്ക് നല്ലൊരു ആശയവിനിമയം നടത്താനും അതിലൂടെ നല്ല പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നു. സ്കൂൾ ടീച്ചേഴ്സിനും സ്റ്റുഡൻസുകൾക്കും ഹൗസ് വൈഫുകൾക്കും വുമൺ ഓർഗനൈസേഷനിലെ അംഗങ്ങൾക്കും റിലീജിയസ് ലീഡേഴ്സിനും ഒക്കെ ആ ഹോസ്പിറ്റലിലേക്ക് വിസിറ്റുകൾ നടത്താവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലിലെ ഓരോ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും ആ ഹോസ്പിറ്റലിലുള്ള വളരെ സാങ്കേതികപരമായ പല പ്രവർത്തനങ്ങളെ കുറിച്ചും ആളുകൾക്ക് മനസ്സിലാക്കാനും ആ ഹോസ്പിറ്റലിലെ ഓരോ സർവീസുകളെ കുറിച്ച് മനസ്സിലാക്കാനും അവിടെ നേരിൽ കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിന്റെ ദൈനംദിന ഡേ ആക്ടിവിറ്റീസിനെ ബാധിക്കാത്ത രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാം, ആനുവൽ ഡേ ഹോസ്പിറ്റൽ ഡേയോ ഓപ്പൺ ഡേകളോ നടത്തി അവർക്ക് നേരിൽ കണ്ട് ആളുകൾക്ക് വിസിറ്റേഴ്സിന് എന്ത് ചെയ്യാം, അത് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ യൂസിങ് സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ മാസ് മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് വളരെ സഹായകമാണ്. എന്തിനാണ്? നല്ലൊരു പബ്ലിക് റിലേഷൻസ് മെച്ചപ്പെടുത്തുന്നതിന് ഇങ്ങനെയുള്ള മാസ് മീഡിയാസ് ഉപയോഗിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലിയർ ആയോ? അത്രയും കാര്യം ക്ലിയർ ആയോ? ഓക്കെ, നമ്മളപ്പോ ഇത്രയും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകളാണ് പറഞ്ഞത് അല്ലെ. നമുക്ക് കുറച്ച് സ്ലൈഡുകൾ കാണാനുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, കുറച്ച് പോയിന്റ്സ് ഒക്കെ വരുന്നത്. പക്ഷെ നമ്മൾ ഇനി പറയാവുന്ന ഫസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് സ്ലൈഡ് കണ്ടോ നിങ്ങള്? ഒരു ഫസ്റ്റ് സ്ലൈഡില് എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്നുള്ളത്. നമ്മൾ ഇത്രയും നേരം കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളെ എങ്ങനെ നമുക്ക് ആശയവിനിമയത്തിലൂടെ നമുക്ക് ആ ഒരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് പറഞ്ഞത് അല്ലെ. ഇനി എന്താണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ എന്താണ്? ദീസ് മെത്തേഡ്സ് എംപ്ലോയി മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഓൾ പോസിബിൾ ഫോംസ് ടു എനേബിൾ ദ ഹോസ്പിറ്റൽ ടു കൺവേ ഇറ്റ്സ് മെസ്സേജ് ടു ദ പബ്ലിക് അല്ലെ. ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആശുപത്രിക്ക് ഒരു സന്ദേശമുണ്ട് അല്ലെ. ആശുപത്രികൾ ഒരു മെസ്സേജ് അല്ലെ അവര് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് അല്ലെ. ആ ഒരു മെസ്സേജ്, ആ ആശുപത്രിയുടെ മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അല്ലെ, പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സാധ്യമായിട്ടുള്ള ആശയവിനിമയ മാർഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാട്ടോ, നോക്കിയേ. ദീസ് മെത്തേഡ്സ് എംപ്ലോയ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏത് രീതിയിൽ ഏതൊക്കെ ആശയവിനിമയ മാർഗങ്ങൾ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ ഏതൊക്കെ ആശയവിനിമയ മാർഗങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ, ഏതൊക്കെ രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് സാധ്യമാകും എന്നാ പറയുന്നത്? all possible forms to enable the hospital to convey its message to the public. പബ്ലിക്കിലേക്ക്, ഈ പൊതുജനങ്ങളിലേക്ക് ആ ആശുപത്രിയുടെ സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം അല്ലെ. ആ പൊതുജനങ്ങളിലേക്ക് ആശുപത്രിയുടെ സന്ദേശം എത്തിക്കാനായിട്ട് സാധ്യമായിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സാധ്യമായിട്ടുള്ള ഏതൊക്കെ ആശയവിനിമയ മാർഗങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുമോ ആ ഒരു രീതിയെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് അപ്പൊ നമ്മളെപ്പോഴും എന്താ, ആ ഹോസ്പിറ്റലിൽ ഒരു മെസ്സേജ് ഉണ്ട്, ആളുകൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് അല്ലെ. ആ ഹോസ്പിറ്റലിന്റെ സന്ദേശം എന്താണോ ആ സന്ദേശത്തെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സാധ്യമായ പല കമ്മ്യൂണിക്കേറ്റീവ് മാർഗങ്ങളും നമ്മൾ ഉപയോഗിക്കില്ലേ. ഇപ്പൊ നമ്മൾ ഒരുപാട് മെത്തേഡുകൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ആ ഉപയോഗിക്കുന്ന ആശയവിനിമയ മാർഗങ്ങൾ ഉപയോഗിക്കുന്ന ആ രീതി, അതിനെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് എന്താണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്നത് ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ആ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്ന ആ ഒരു രീതിയാണ് അല്ലെ. ഏതൊക്കെ രീതിയിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ മെസ്സേജ് അല്ലെങ്കിൽ സന്ദേശങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാം, അതിനുവേണ്ടി നമ്മൾ സാധ്യമായ പല ആശയവിനിമയ മാർഗങ്ങൾ ഉപയോഗിക്കും അല്ലെ. അതിന്റെ ആ ഒരു ഉപയോഗിക്കുന്ന ആ ഒരു രീതിയാണ് നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് some of these are also intermixed with the intramural functions of the hospital and operative method. ഇനി ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിനുള്ളിൽ എന്തൊക്കെ ഇടകലർന്നാണ് ഇരിക്കുന്നത്? some of these are also intermixed. ഇടകലർന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? the intramural functions. ഹോസ്പിറ്റലിനുള്ളിലെ intramural functions എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇൻട്രാമ്യൂറൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഹോസ്പിറ്റലിനുള്ളിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെ. ആ ഹോസ്പിറ്റൽ സെറ്റപ്പിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന് പുറത്ത് നടക്കുന്നതല്ല, ഹോസ്പിറ്റൽ സെറ്റപ്പിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. എന്തൊക്കെയാ ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങള്? ഒന്ന് പറഞ്ഞേ,
എന്തൊക്കെയായിരിക്കും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? നമ്മൾ ഇത്രയും നാളെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റുകൾ, വെരി ഗുഡ്, ട്രീറ്റ്മെന്റുകൾ അല്ലെ, എമർജൻസി പേഷ്യന്റ് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്, ഡയഗ്നോസിസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഡയഗ്നോസിക് ഫങ്ഷൻസ് നടത്തുന്നുണ്ട്, അതുപോലെ പേഷ്യൻസിന് ആവശ്യമായ കൗൺസിലിങ്ങുകൾ കൊടുക്കുന്നുണ്ട്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനം, ഒരുപാട് കാര്യങ്ങൾ ഹോസ്പിറ്റലിനുള്ളിൽ, ഹോസ്പിറ്റൽ സെറ്റപ്പിനുള്ളിൽ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളെയാണ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസും അതുപോലെ തന്നെ ഓപ്പറേറ്റീവ് മെത്തേഡുകളും അല്ലെ, ഓപ്പറേറ്റീവ് മെത്തേഡുകൾ എന്താ നമ്മൾ ആദ്യം പഠിച്ചില്ലേ? പ്രവർത്തന ബന്ധങ്ങൾ അല്ലെ, കുറെ പ്രവർത്തന രീതികളുണ്ടല്ലോ. ആ കാര്യങ്ങളൊക്കെ ചില സമയത്ത് ഇടകലർന്നാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ രണ്ടായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. കമ്മ്യൂണിക്കേഷൻ മെത്തേഡിനുള്ളിൽ ആ ഒരു ഓപ്പറേറ്റീവ് മെത്തേഡ് കൂടി ഇടകലർന്നുകൊണ്ടാണ് അല്ലെ വരുന്നത്. ഹോസ്പിറ്റലിനുള്ളിലുള്ള പ്രവർത്തനങ്ങളും എല്ലാം ഒരുമിച്ചാണ്. രണ്ടും രണ്ടായിട്ട് നമുക്ക് എന്താണ് സാധ്യമാക്കാൻ പറ്റുമോ? രണ്ടും രണ്ടായിട്ട് നമുക്കത് സാധ്യമാക്കാം. രണ്ടും രണ്ട് രീതിയിൽ നമുക്ക് സാധ്യമാക്കാൻ പറ്റുമോ? രണ്ടും ഒരുമിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. രണ്ടായി പഠിച്ചു എങ്കിൽ പോലും, രണ്ട് രീതിയാണെങ്കിൽ പോലും അത് ഒരുമിച്ചാണ് നമുക്ക് ആളുകളിലേക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ആ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആണെങ്കിൽ പോലും ചില സമയങ്ങളിൽ അതെന്താ ഇടകലർന്ന് വരുന്നുണ്ട്. അതിൽ എന്തുകൂടി ഉൾപ്പെടുന്നുണ്ട്? ആ ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും അല്ലാത്ത രീതിയിലുള്ള പ്രവർത്തന രീതികളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. Then these the other deals with the media. ഇനി മറ്റൊന്ന് എന്താണ്? മീഡിയയുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. നമുക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. രണ്ട് രീതിയിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം, അല്ലെങ്കിലോ മീഡിയ ഉപയോഗിച്ച് മറ്റൊരു മാർഗത്തിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയോ? ആ ഒരു ബോക്സ് അല്ലെങ്കിൽ ആ ഒരു സ്ലൈഡ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, ഇതിൽ ഇനി ഇത്രയും എടുത്തതിൽ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാ പറയുന്നത് അല്ലെ. നമുക്ക് ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാ. പിന്നെ എന്താണ് ഒരു പാരഗ്രാഫ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ ആണ്. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് നോക്കി. ഫസ്റ്റ് പോയിന്റ്, കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഫോളോ ചെയ്യേണ്ടത് നോക്കിയേ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെ, പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ടു പേഷ്യൻസ്, ദെയർ റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ്. നമ്മൾ ആദ്യം കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ ആദ്യം പഠിച്ച പോയിന്റ് അല്ലേ ഇത്. അത് തന്നെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചെറിയ ചെറിയ പോയിന്റ്സ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി വരുന്ന ഭാഗമൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നു. അതിന്റെ ആ ഒരു മീനിങ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ കാര്യങ്ങൾ എഴുതാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് എടുക്കാം കേട്ടോ. ഇപ്പൊ ടൈം കംപ്ലീറ്റ് ആവാറായി. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ പറഞ്ഞിരിക്കുന്ന ഇന്നെടുത്ത ഭാഗങ്ങള് കൃത്യമായിട്ട് മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് വരണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി പറയുന്ന ഭാഗത്തേക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അതൊന്ന് വായിച്ച് മനസ്സിലാക്കി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.